ഇന്ത്യൻ വംശജ കൂടിയായ സുനിത വില്യംസ് നാസയ്ക്കൊപ്പം ആകാശം തൊടുമ്പോൾ നമ്മളൊക്കെ അഭിമാനം കൊള്ളാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആശങ്കയ്ക്ക് കൂടി വകയുള്ള ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം ബഹിരാകാശത്ത് നിന്ന് വന്നത്. ഈ മാസം 5-നാണ് ബോയിങ് കമ്പനിയുടെ സ്റ്റാർലൈനർ എന്ന ബഹിരാകാശ പേടകത്തിൽ സുനിത വില്യംസും സഹയാത്രികനായ ബാരി വിൽമോറും ചേർന്ന് രാജ്യാന്തര ബഹിരാകാശ കേന്ദ്രത്തിലേക്ക് പോയത്. സംഗതി ഒരു അല്പം പരീക്ഷണമായിരുന്നു. വാണിജ്യ ബഹിരാകാശ യാത്രകൾ ലക്ഷ്യമിട്ട് നിർമ്മിച്ച ബോയിങ് പേടകങ്ങളുടെ ശേഷി പരീക്ഷിക്കുക എന്നതായിരുന്നു ഇവരുടെ യാത്രാ ലക്ഷ്യം. എന്നാൽ തുടക്കത്തിൽ തന്നെ ഒന്ന് കാലിടറി. വിക്ഷേപണ സമയത്ത് ഈ പേടകത്തിൻ്റെ ഹീലിയം ടാങ്കിൽ ഒരു ചെറിയ പ്രശ്നം കണ്ടെത്തി. എന്നാൽ ഗുരുതരമല്ല ഈ പ്രശ്നമെന്ന് മനസ്സിലാക്കി ദൗത്യം മുന്നോട്ട് പോയി. വിക്ഷേപണത്തിൻ്റെ പിറ്റേന്ന് തന്നെ സുനിതയും സഹയാത്രികനും ISS-ൽ എത്തുകയും ചെയ്തു. പക്ഷേ ഹീലിയം ടാങ്കിൽ ചോർച്ച തുടങ്ങി. മടക്കയാത്ര മുടങ്ങി. തകരാർ പരിഹരിക്കാൻ 2 ആഴ്ചയായി നടത്തുന്ന ശ്രമങ്ങൾ ഇപ്പോഴും പാതി വഴിയിലാണ്. സുനിത എന്ന് മണ്ണ് തൊടുമെന്ന് ഇപ്പോഴും ഒരു ഉറപ്പില്ല. സുരക്ഷിതമെന്ന നാസയുടെ ഉറപ്പ് മാത്രമാണ് നമുക്ക് മുന്നിൽ ഉള്ളത്. ഇനി ഇവർ നേരിടുന്ന പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ, ബഹിരാകാശ കപ്പലിനെ മുന്നോട്ട് ചലിപ്പിക്കുകയും വശങ്ങളിലേക്ക് തിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ത്രസ്റ്ററുകളാണ്. ഈ ത്രസ്റ്ററുകളിലേക്ക് റോക്കറ്റ് ഇന്ധനമായ പ്രൊപ്പലന്റുകളെ തള്ളിവിടുന്നത് ഹീലിയമാണ്. ചുരുക്കത്തിൽ ഹീലിയം ടാങ്കിലെ ചോർച്ച പരിഹരിച്ചില്ല എങ്കിൽ സ്പേസ് ഷിപ്പ് മുന്നോട്ട് പോകില്ല. പോയാലും വളയുകയോ തിരിയുകയോ ഒന്നും ചെയ്യില്ല. വേഗം കുറയ്ക്കാനും കഴിയില്ല. ഇനി എന്തു ചെയ്യും? സ്റ്റാർലൈനറിലെ ഈ പ്രശ്നം പരിഹരിക്കാനാണ് നിലവിൽ ശ്രമം നടക്കുന്നത്. ഇത് വിജയിച്ചില്ല എങ്കിൽ സുനിതയ്ക്കും വിൽമോറിനും കാര്യങ്ങൾ ഒട്ടും എളുപ്പമാകില്ല. കയ്യിലുള്ള ഭക്ഷണവും ഓക്സിജനും മറ്റ് അവശ്യ വസ്തുക്കളും ഒക്കെ തീരും വരെ മാത്രമേ അവർക്ക് സുരക്ഷിതമായി ISS-ൽ കഴിയാൻ കഴിയൂ. അതുകൊണ്ട് ഇവയൊക്കെ ഇപ്പോൾ തന്നെ അരിഷ്ടിച്ചുപയോഗിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പിന്നെ ഒരു സാധ്യത, ISS-ൽ ഇപ്പോൾ തന്നെ ഡോക്ക് ചെയ്തിട്ടുള്ള എലോൺ മസ്കിൻ്റെ ക്രൂ ഡ്രാഗണിൽ ഇവരെ തിരിച്ച് ഭൂമിയിൽ എത്തിക്കുക എന്നതാണ്. ബോയിങ്ങിൻ്റെ ബിസിനസ് എതിരാളികളാണ് SpaceX. അതുകൊണ്ട് ഒരു നയതന്ത്ര ഇടപെടലിലൂടെ മാത്രമേ ഇങ്ങനെയൊരു രക്ഷാദൗത്യം സാധ്യമാകൂ. വെല്ലുവിളികൾ നേരത്തെ പറഞ്ഞതുപോലെ ഭക്ഷണം, ഓക്സിജൻ എന്നിവയുടെ അപര്യാപ്തതയൊക്കെ ഉണ്ടായേക്കാവുന്നത് വലിയ ഒരു പ്രശ്നം തന്നെയാണ്. അടുത്തിടെയാണ് ISS-ൽ ഒരു മാരക ബാക്ടീരിയ ഉണ്ടെന്ന കണ്ടെത്തൽ IIT മദ്രാസിലെ പഠന സംഘം നടത്തിയത്. ബഹിരാകാശത്ത് മനുഷ്യവിസർജ്യമൊക്കെ സൂക്ഷിച്ചു വെക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ ISS-ൽ എത്തിപ്പെട്ട ബാക്ടീരിയ ജനിതക മാറ്റത്തിന് വിധേയമായി മരുന്നുകളോട് പ്രതിരോധം ആർജിച്ച് സൂപ്പർ ബഗ് എന്ന് വിളിക്കാവുന്ന എൻട്രോബാക്ടർ ബുഗാൻഡൻസിസ് രൂപമെടുത്തു എന്നാണ് പഠനം പറയുന്നത്. ഇത് സുനിതയെ ബാധിക്കുമോ എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആശങ്ക. ഈ സ്റ്റാർലൈനർ ശരിയാക്കാൻ കഴിയാതെ വരികയും തർക്കങ്ങൾ കാരണം ക്രൂ ഡ്രാഗണിൽ റെസ്ക്യൂ നടക്കാതെ വരികയും ചെയ്താൽ മറ്റൊരു രക്ഷാദൗത്യം തന്നെ നടത്തേണ്ടി വരും. പക്ഷേ ഇതിന് വേണ്ട കാലയളവ് വളരെ വലുതായിരിക്കും. അത്രയും കാലമൊക്കെ സുനിതയും വിൽമോറും ബഹിരാകാശത്ത് സുരക്ഷിതമായി എങ്ങനെ കഴിയുമെന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. ഒരു പരീക്ഷണ പറക്കലിന് സ്വയം ഇറങ്ങി പുറപ്പെട്ട സുനിതയുടെ ധൈര്യത്തിൽ തന്നെയാണ് നാസയും ലോകവുമൊക്കെ വിശ്വസിക്കുന്നത്.